ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുവലി ഓപ്പറേറ്റഡ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ്. നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചിത്രത്തിൽ ഒരു മാനുവലി ഓപ്പറേറ്റഡ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഫിസിക്കൽ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഇവിടെ മോട്ടറിലേക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന വയറിംഗ് ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. സോ ലെറ്റസ് ഡിസ്കസ് ഇൻ ഡീൽ. ആദ്യം എന്തിനാണ് ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന്, മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഹൈ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. രണ്ട്, സപ്ലൈ ലൈനിലെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ ഫംഗ്ഷൻ മോട്ടോർ വൈൻഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് ഇൻഡക്ഷൻ മോട്ടോറുകളിലാണ്. സ്മോൾ ഇൻഡക്ഷൻ മോട്ടോറിൽ യൂസ് ചെയ്യുന്നത് DOL സ്റ്റാർട്ടറാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് നോക്കാം. ഇത് ലാർജ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, അതായത് 5 HP 5 ഹോഴ്സ് പവർ, അതിന് മുകളിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടോറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇത് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് മോട്ടറിനെയും സപ്ലൈ സിസ്റ്റത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ഓപ്പറേഷണൽ സീക്വൻസ് ആണ് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഹാൻഡിൽ ഓഫ് പൊസിഷനിലായിരിക്കും. ഓഫ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നടുക്കായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ മോട്ടറിൽ പവർ ലൈനിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓപ്പറേറ്റർ ഹാൻഡിൽ ഇങ്ങനെ താഴോട്ട് സെറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്, അതായത് സ്റ്റാർ പൊസിഷനിലേക്കാണ് ആകുക. ഇപ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് വോൾട്ടേജിലും കറണ്ടിലും ആയിരിക്കും. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറിൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് വോൾട്ടേജിലും കറണ്ടിലും ആണെന്നുള്ളത്. നെക്സ്റ്റ്, ഈ മോട്ടർ കറങ്ങി ഒരു സ്റ്റേബിൾ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു നിമിഷത്തേക്ക് ഒരു ചെറിയ ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ഡിസ്കണക്ഷൻ വരുന്ന ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ഓപ്പൺ ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓപ്പൺ ട്രാൻസിഷൻ സ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റണ്ണിങ് സ്റ്റേറ്റ് ആണ്, ദാറ്റ് ഇസ് ഡെൽറ്റ സ്റ്റേറ്റ്. ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് നമ്മൾ ഈ ഹാൻഡിലിനെ മുകളിലോട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ മോട്ടർ ഫുൾ വോൾട്ടേജിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ റിമെമ്പർ, സ്റ്റാറിൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് വോൾട്ടേജിലും കറണ്ടിലും ആയിരിക്കും. ഡെൽറ്റയിൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഫുൾ വോൾട്ടേജിലായിരിക്കും. ഇവിടെ ഡെൽറ്റ കോൺഫിഗറേഷൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റർ സ്റ്റോപ്പ് ബട്ടൺ പുഷ് ചെയ്താൽ അല്ലെങ്കിൽ ഹാൻഡിൽ ഓഫ് പൊസിഷനിലോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ മോട്ടർ ഓഫ് ആകും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഹാൻഡിലിന് 3 പൊസിഷനാണുള്ളത്. താഴോട്ട് സെറ്റ് ചെയ്യുമ്പം സ്റ്റാർ, മുകളിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ, ആൻഡ് നടുക്കാണെങ്കിൽ ഓഫ് പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ആദ്യം സ്റ്റാർട്ടിംഗ് ഫേസ്, ദാറ്റ് ഇസ് സ്റ്റാർ കോൺഫിഗറേഷനിലാണ്. മോട്ടർ ആദ്യം ഓൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ടർ 3 ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് ഒരു സ്റ്റാർ ഓർ വൈ പാറ്റേണിലാണ് കണക്റ്റ് ആകുക. ഈ ചിത്രത്തിൽ സ്റ്റാർ കണക്ഷൻ കാണാം. യു ക്യാൻ സീ ദ സ്റ്റാർ കണക്ഷൻ ഹിയർ, അല്ലെങ്കിൽ വൈ അല്ലേ, ആൽഫബറ്റ് വൈയുടെ ഷേപ്പിൽ ആയിരിക്കും ഇവിടെ കണക്ഷൻ വരുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഓരോ ഫേസ് വൈൻഡിങ്ങിലെയും വോൾട്ടേജ് ലൈൻ വോൾട്ടേജിൻ്റെ 1/√3, അതായത് 58% കുറവായിരിക്കും. അങ്ങനെ വോൾട്ടേജ് കുറവായതുകൊണ്ട് സ്റ്റാർട്ടിംഗ് കറണ്ടും ടോർക്കും രണ്ടും DOL സ്റ്റാർട്ടറിൽ ഉണ്ടാകാവുന്നതിനേക്കാൾ 1/3, ദാറ്റ് ഇസ് 33% കുറവായിരിക്കും. ഇങ്ങനെ വലിയ ഒരു പവർ സർജ് വന്നിട്ടുള്ള ഡാമേജിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ്, റണ്ണിങ് ഫേസ് ഓർ ഡെൽറ്റ കോൺഫിഗറേഷനാണ്. ഇവിടെ ഓരോ ഫേസ് വൈൻഡിങ്ങിലും ഫുൾ ലൈൻ വോൾട്ടേജ് കിട്ടും. സോ വരുന്ന ലോഡിനെ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യത്തിന് ടോർക്ക് ആൻഡ് പവർ മോട്ടർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഫുൾ സമ്മറി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് സ്റ്റാർ കണക്ഷൻ വരും. അത് മോട്ടറിനെ റൺ ചെയ്യിക്കുന്നത് റെഡ്യൂസ്ഡ് വോൾട്ടേജിലാണ്. ദെൻ ദർ ഇസ് ഡെൽറ്റ കണക്ഷൻ, അപ്പോൾ അത് ഫുൾ വോൾട്ടേജിൽ വർക്ക് ചെയ്യും. നെക്സ്റ്റ്, ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് 1-2 കമ്പോണൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഫസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് തെർമൽ ഓവർലോഡ് റിലേ. ഈ ചിത്രത്തിൽ ഇവിടെ ഇങ്ങനെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് ഓവർലോഡ് റിലേ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഒരു സെറ്റ് ലിമിറ്റിൻ്റെ മുകളിൽ പോയാൽ സർക്യൂട്ട് ട്രിപ്പ് ചെയ്ത് മോട്ടറിനെ ഓവർ ഹീറ്റിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ഈ തെർമൽ ഓവർലോഡ് റിലേ. ഓക്കെ, സെക്കൻഡ് ഒരു മെക്കാനിസം ആണ് പറയുന്നത്, ലാച്ചിങ് അല്ലെങ്കിൽ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡിൽ കാണാൻ നിങ്ങൾക്ക്. ഈ ഹാൻഡിൽ ഒരിക്കലും റൺ പൊസിഷനിൽ സെറ്റ് ചെയ്താൽ പിന്നെ മാനുവലി നമ്മൾ റിലീസ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ട്രിപ്പ് ആകുന്നത് വരെ ഈ റൺ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെക്കാനിസത്തെയാണ് നമ്മൾ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ലാച്ചിങ് മെക്കാനിസം എന്ന് പറയുന്നത്. തേർഡ് പാർട്ടാണ് നോ വോൾട്ട് കോയിൽ. ഹിയർ യു ക്യാൻ സീ നോ വോൾട്ട് കോയിൽ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നോ വോൾട്ട് കോയിൽ. NVC എന്ന് പറയും ഷോർട്ട് ചെയ്തിട്ട്. ഇത് ആവശ്യത്തിന് വോൾട്ടേജ് ഉള്ളപ്പോൾ ഈ നോ വോൾട്ട് കോയിലെ മെയിൻ കോണ്ടാക്ടറിനെ ക്ലോസ് ചെയ്തായിരിക്കും നിർത്തുന്നത്. ഇനി പവർ ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോയിൽ ഡി എനർജൈസ് ചെയ്ത് കോണ്ടാക്ടർ ഓപ്പൺ ആക്കി മോട്ടറിനെ സേഫായിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഓപ്പറേറ്റർ പവറൊക്കെ റീസ്റ്റോർ ചെയ്ത് പിന്നെ മോട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ 3 കോമ്പണൻസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചിത്രത്തിൽ മാനുവലി ഓപ്പറേറ്റഡ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം നമുക്കിതിലെ പാർട്സ് നോക്കാം. ഫസ്റ്റ് ഈ കാണുന്നതാണ് 3 ഫേസ് സപ്ലൈ RYB. നെക്സ്റ്റ് ഇവിടെ ഒരു 3 ഫേസ് ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട് ഓൺ ആൻഡ് ഓഫ് ചെയ്യാനായിട്ട്. ദെൻ യു ക്യാൻ സി ആൻ ആംപിയർ മീറ്റർ ഹിയർ. ഇത് ലൈനുമായിട്ട് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ഇത് ലൈനുമായിട്ട് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ ഓവർലോഡ് റിലേ ഉണ്ട്. അതിൻ്റെ ട്രിപ്പിംഗ് മെക്കാനിസമാണ് ഈ ഒരു സൈഡിൽ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോ വോൾട്ട് കോയിൽ ഇവിടെ കാണാം. ദെൻ യു ക്യാൻ സി എ സ്റ്റോപ്പ് സ്വിച്ച്. ഇതൊരു NC ടൈപ്പ് സ്വിച്ച് ആണ്, ദാറ്റ് ഇസ് നോർമലി ക്ലോസ്ഡ് ടൈപ്പ് സ്വിച്ച്. യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഇസ് ക്ലോസ്ഡ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഓവർലോഡ് റിലേ, നോ വോൾട്ട് കോയിൽ, അതുപോലെ ഈ NC അതായത് സ്റ്റോപ്പ് സ്വിച്ച്, ഇത് 3ഉം ഈ കേർലി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഇത് 3ഉം സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫേസ് സപ്ലൈ പറയുമ്പോൾ ഇവിടെ A2 ഈ പിങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. A2യിൽ നിന്ന് ഈ ലൈൻ ഇങ്ങനെ പോയി നോ വോൾട്ട് കോയിലൂടെ പോയിട്ട് ഓവർലോഡ് റിലേയിൽ കൂടെ വന്ന് പിന്നെ സ്റ്റോപ്പ് സ്വിച്ചിൽ കൂടെ വന്ന് C2യിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഫേസ് കണക്ഷൻ A2നും C2ൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത്. ഈ 2 ലൈൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദിസ് ഹാൻഡിൽ. ഈ ഹാൻഡിൽ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ ഹാൻഡിൽ താഴോട്ട് സെറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് സ്റ്റാർ കണക്ഷൻ, ആൻഡ് മുകളിലേക്ക് സെറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഡെൽറ്റ കണക്ഷൻ, ആൻഡ് നടുക്കായിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ഓഫ് പൊസിഷൻ. ഓക്കെ, ഇനി ഹാൻഡിൽ അപ്പോൾ താഴോട്ട് സെറ്റ് ചെയ്യാണ്, അപ്പോൾ സ്റ്റാർ കണക്ഷനിലാണ് വരുന്നത്. സ്റ്റാർ കണക്ഷനിൽ വരുമ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് B2, C2 ആൻഡ് A2. കണ്ടോ, B2, C2 ആൻഡ് A2 ഇതാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെയും കാണാം. B2, C2, A2 എല്ലാം ന്യൂട്രൽ പോയിന്റിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനിയിപ്പം ഹാൻഡിൽ മുകളിലോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ കണക്ഷനാണ് ആകുന്നത്. ഡെൽറ്റ കണക്ഷനിൽ വരുന്നതാണ് A1, B2, B1, C2 ആൻഡ് C1, A2. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി കമ്മിങ് ടു മോട്ടോർ. ഈ മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 6 ടെർമിനൽസ് വേണം. അപ്പോൾ ഏതൊക്കെയാണ് ആ ടെർമിനൽ? A1, B1, C1, B2, C2, A2. ഇങ്ങനെ 6 ടെർമിനൽസ് ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. 5 HP മുതൽ 50 HP വരെയുള്ള മോട്ടറുകളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, ഫാൻസ്, മോട്ടോർ ജനറേറ്റർ സെറ്റ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ലോഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അപ്ലയൻസസിലാണ്
ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ 33% മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ലോഡിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമാണെങ്കിൽ മോട്ടോർ ആവശ്യത്തിന് സ്പീഡിൽ ഡെൽറ്റ ട്രാൻസിഷൻ വരുന്നതിന് മുമ്പായിട്ട് അത് റൺ ചെയ്തെത്തത്തില്ല. അപ്പോൾ ഈ മോട്ടോർ അവിടെ ഫെയിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാമിൽ പറഞ്ഞു, മോട്ടറിന് 6 ടെർമിനൽ വേണം. അപ്പോൾ 6 ടെർമിനൽ ഉള്ള മോട്ടോർ മാത്രമേ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് മാനുവലി ഓപ്പറേറ്റഡ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.